കൊല്ലം ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നിലച്ചതോടെ ദുരിതത്തിലായി നാട്ടുകാർ. പാലം പണി ആരംഭിച്ചതോടെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. യാത്രാക്ലേശം തുടരുമ്പോഴും മേൽപ്പാല നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ അധികാരികൾക്ക് ഒരു മറുപടിയുമില്ല. ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ഒരു പ്രദേശത്തിന്റെ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഈ റെയിൽവേ ഗേറ്റിന് പിന്നിൽ തളച്ചിട്ടിരിക്കുന്നത്. ഇരവിപുരം റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിന് കുറുകെ മേൽപ്പാലം നിർമ്മാണം തുടങ്ങിയപ്പോൾ നാട്ടുകാരും സന്തോഷത്തിലായിരുന്നു. എന്നാൽ പിന്നീടത് ദുരിതമായി മാറി. 2017 സംസ്ഥാന സർക്കാർ റെയിൽവേ മേൽപ്പാലം പ്രഖ്യാപിച്ചത്. 2019 കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലം ഏറ്റെടുത്ത് മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. 2021 മുഖ്യമന്ത്രി പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനവും ചെയ്തു. റെയിൽവേ പാളത്തിന്റെ രണ്ടറ്റത്തും ഭീമുകൾ സ്ഥാപിച്ചതല്ലാതെ നിർമ്മാണം മുന്നോട്ടു പോയില്ല. അടിയന്തര ആശുപത്രി സേവനങ്ങൾക്കുൾപ്പെടെ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾക്ക്. രാഷ്ട്രീയ മത്സരങ്ങളും പാളത്തിന്റെ നിർമ്മാണം വൈകുന്നതിന് കാരണമാകുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. മേൽപ്പാലത്തിന്റെ നിർമ്മാണം നിലച്ചതോടെ ഇവിടുണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളിലും വരുമാനം കുറഞ്ഞു. സഞ്ചാരപാത അടഞ്ഞതോടെയാണ് സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ എണ്ണം കുറഞ്ഞത്. ഭൂമി ഞങ്ങൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ അത് ഗിഫ്റ്റിലെ ഫണ്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം ഭൂമി പിടിച്ചു വാങ്ങിയത്. ഇവിടെ ഞങ്ങൾക്കൊന്നും വിലയൊന്നും തന്നില്ല. 3 ലക്ഷം രൂപ ഇവിടെ വിലയിട്ട്. എന്നിട്ട് കടയും എല്ലാം പോയി. ഇവിടെ തന്നെ 5 ജോലിക്കാരുണ്ട്. ജോലിക്കാരും എല്ലാം പോയി. ഞങ്ങൾക്ക് ഇവിടെ വെറുതെ ഇപ്പോൾ ഇവിടെ കുത്തിയിരിക്കുക. ഒരു ജനവാസമില്ല. അപ്പുറത്ത് ഇങ്ങോട്ട് ആൾ വരത്തില്ല. ഇവിടുന്ന് അങ്ങോട്ട് ആളൊക്കെ പോകാൻ വയ്യാതെ കിടക്കുക. ഇത് ഇവരെന്തോ കാരണത്തിലാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇട്ടേക്കെന്ന് അറിഞ്ഞാൽ അവരുടെ ഇനി ഫണ്ട് ഉണ്ടായിട്ടാണ് ഇത് ചെയ്തതെന്ന് അവർ പറഞ്ഞത്. ഇപ്പോൾ ഫണ്ടില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഫണ്ടില്ല. പിന്നെ അവർ രാഷ്ട്രീയ കളിയാണ് ഇപ്പം നടക്കുന്നത് ഇവിടെ. ഞങ്ങളെല്ലാം വളരെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. കച്ചവടമൊന്നുമില്ല. വെറുതെ ഇവിടെ തുറന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ ഇത്രയും പ്രായമൊക്കെ ആയവരും എവിടെ പോയി എന്തോ ചെയ്യാനാ. ഇരവിപുരം വാളത്തുങ്കൽ വഴിയുണ്ടായിരുന്ന ബസ് സർവീസുകൾ നിലച്ചത് ഈ മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശം കൂട്ടി. ദേശീയപാതയിലെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടണം. വാഹനപ്പെരുപ്പം മൂലം മാടൻനട റെയിൽവേ ഗേറ്റ് വഴി വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി പോലീസിനെ നിയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കൊല്ലം.